ഈ സമ്പാദ്യശീലം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മാസവും പണം കിട്ടുമ്പോൾ വിചാരിക്കും ഇത്തവണ ഇത്ര കുറച്ച് സമ്പാദിക്കാം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും അതൊരു വിചാരം മാത്രമായി ഒതുങ്ങി പോവാറാണ്. കാരണം ഈ സമ്പാദ്യശീലം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള സ്വഭാവമല്ല. കിട്ടുന്നതൊക്കെ ചെലവാക്കി കടം വരുത്തി വെക്കുന്ന ആളുകൾ ഒട്ടും കുറവുമല്ല. പുതിയ 20 രൂപ നോട്ടുകൾ മാത്രം ശേഖരിച്ചു വെച്ച് 1 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചിരിക്കുകയാണ് മലപ്പുറം തുവൂർ സ്വദേശിനിയായ 4ാം ക്ലാസ്സുകാരി ഫാത്തിമ നശ്വ. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഉപ്പയുടെ പേഴ്സിൽ നിന്നും 2.5 വർഷം കൊണ്ടാണ് 1,03,000 രൂപ ശേഖരിച്ചത്. വലിയ ശമ്പളം വാങ്ങുന്നവരും ബിസിനസ്സുകാരുമായ ആളുകളായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ സമ്പാദ്യശീലം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ല. സമ്പാദ്യശീലം കൊണ്ട് എല്ലാവർക്കും മാതൃകയാകുകയാണ് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ നശ്വ എന്ന കുട്ടി. തുവൂർ സ്വദേശിനിയാണ്. ഉപ്പ ഇബ്രാഹിമിന്റെ കയ്യിൽ നിന്നും ഓരോ ദിവസവും അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് വന്നതിന് ശേഷം ഉള്ള 20 രൂപ ശേഖരിച്ച് ഇപ്പോൾ 1,03,000 രൂപ ആയിരിക്കുകയാണ്. ഇപ്പോൾ നശ്വയുടെ ഉപ്പയും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സമ്പാദ്യശീലം എത്ര വയസ്സ് മുതൽ തുടങ്ങി? ഇപ്പോൾ 9 വയസ്സാണ്. എപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്? 3 വയസ്സ് മുതൽ. അപ്പൊ എത്ര രൂപയൊക്കെ ആയിരുന്നു? അപ്പോ 1, 2 ചില്ലറ പൈസകൾ ഒരു കൂട്ടിയെന്നു. ഇപ്പൊ വലിയ പൈസ ആയിരിക്കാണ്, 1 ലക്ഷം കടന്നിരിക്കുകയാണ്. നീ പൈസ എന്താ ചെയ്യാ? അത് വീട് പണിക്ക് ഉമ്മാന്റെ പണ്ടങ്ങൾ ബാങ്കിലുണ്ട്, അതെടുക്കാൻ. ഇപ്പൊ ഈ മോളുടെ ഈ സമ്പാദ്യശീലം എന്നുള്ളത് 3 വയസ്സ് മുതൽ തന്നെ 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അന്നൊക്കെ 1 റുപ്യ 2 റുപ്യ ഒക്കെ ആയിട്ട് ഒരു കൂട്ടിയായിരുന്നു. പിന്നെ 10ന്റെ നോട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ 20ന്റെ നോട്ടായി. ഇത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നതാണോ? എങ്ങനെയാണ്? അല്ല, അത് ഞാൻ വണ്ടി ഓടിച്ച് വന്ന് എന്റെ പേഴ്സ് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് 20ന്റെ പുതിയ നോട്ട് മാത്രം, വേറെ ഒന്നും നോക്കില്ല. അത് മാത്രം എടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. എണ്ണിയാണ്ട് 1000 ആവുമ്പോൾ എന്നോട് എണ്ണിയാണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പറയും. അങ്ങനെ എടുത്തു വെച്ചത്. ഇപ്പോ മകള് പറഞ്ഞത് വീട് പണിക്ക് വേണ്ടിയിട്ട് അവളുടെ ഉമ്മയുടെ സ്വർണം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെടുക്കാൻ തീരുമാനിക്കും. ഒരു പക്ഷെ നിങ്ങൾ ഈ കുട്ടി ഈ പൈസ അങ്ങനെ എടുത്തു വെച്ചില്ലെങ്കിൽ ഇത്ര വലിയൊരു തുക നിങ്ങൾ ഓട്ടോ ഓടിച്ച് അങ്ങനെ ഇത്ര 1 ലക്ഷം രൂപ മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. 5 വർഷമായി വീട് പണിയെടുത്തിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് കടങ്ങളുണ്ട്. ബാങ്കിൽ ഗോൾഡ് വെച്ചത്. അപ്പൊ അത് എടുത്ത് കൊണ്ടുവരണം. പക്ഷേ ചായ കുടിച്ചൊക്കെ തീരേണ്ട പൈസയായിരുന്നു. ഓക്കെ, അത് യഥാർത്ഥാണ്. അതിപ്പോ ഈ കുട്ടി ഉണ്ടാവുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. നിങ്ങളുടെ ബാങ്കാണ്, ഒരു മിനി ബാങ്ക്. ഇപ്പൊ സാധാരണ കുട്ടികൾക്ക് അവർക്ക് ഈ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹം. അതൊന്നും അല്ലാതെ ഇത് ഉപ്പയും ഉമ്മയും സഹായിക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം എന്താണ്? അത് ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെയാണോ? ഇനി ഇത് തുടരും അല്ലേ? ഇപ്പൊ കൂട്ടുകാർക്കൊക്കെ ഇതേപോലത്തെ ശീലമുണ്ടോ? ഓല് പറയണ ഞാൻ കേട്ടിട്ടില്ല. നീ മോളെ പോലെയുള്ള കുട്ടികളോടൊക്കെ ഈ പൈസ സമ്പാദിക്കേണ്ട ഒരു പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളത്? നിങ്ങള് ഇതേമാതിരിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേമാതിരിക്ക് വീഡിയോ യൂട്യൂബിൽ വരാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ ഈ വാർത്തയിലൊക്കെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോ ഈ 1,03,000 രൂപയാണ്. 3,000 രൂപ നിങ്ങൾ വേറെ എന്തോ ഒരു സഹായം ചെയ്യുന്നുണ്ടല്ലോ? അത് നമ്മളെ മരണപ്പെട്ടു പോയ കണ്ണേട്ടന്റെ കുടുംബത്തിന് സഹായിക്കുന്നു. ബാക്കി 1 ലക്ഷം രൂപ 1 ലക്ഷം ഉണ്ടാവും. അതുകൊണ്ട് ബാങ്കിൽ വെച്ച ഗോൾഡ് എടുക്കണം. എന്തായാലും ഈ കുട്ടി വലിയൊരു മാതൃകയാണ്. 20 രൂപ എന്ന പുതിയ നോട്ടിനോടുള്ള കൗതുകത്തിൽ നിന്നാണ് 20 രൂപ വെച്ചത്. നേരത്തെ 10 രൂപയും അതുപോലെ തന്നെ കോയിനുകളും വെക്കുകയും അത് ഇബ്രാഹിം പല ആവശ്യങ്ങൾക്കായി ഓട്ടോറിക്ഷയുടെ ടയർ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. എന്തായാലും ഫാത്തിമ നശ്വയുടെ മാതൃക എല്ലാവർക്കും പിന്തുടരാവുന്നതാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.